മധ്യപ്രദേശിലെ ബുർഹാൻപൂരിൽ വെള്ളിയാഴ്ച പാതിരാത്രി സമയം നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ മനുഷ്യർ ഒരേ ലക്ഷ്യത്തിലേക്ക് ഒഴുകുകയാണ്. തോളിൽ മൺവെട്ടിയും പിക്കാസും കയ്യിൽ ടോർച്ചുമായി നടക്കുന്നവരുണ്ട്. അരിപ്പയും പിടിച്ച് അനുഗമിക്കുന്നവരുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ വരെ കയ്യിലുള്ളവരുണ്ട്. എല്ലാവരും ചെന്നെത്തിയത് കുന്നിൻ പ്രദേശത്തുള്ള അസീർഗഡ് കോട്ടയിൽ. അവിടെ എത്തിയതോടെ നാലുപാടും പരക്കം പാച്ചിലായി. ഓരോ സ്ഥലം കണ്ടെത്തി അവിടെ കുഴിക്കാൻ തുടങ്ങുന്നു. ചിലർ മണ്ണ് വാരിയെടുക്കാൻ സഹായിക്കുന്നു. മറ്റു ചിലർ അരിപ്പയിലിട്ട് മണ്ണ് അരിച്ചു നോക്കുന്നു. ഇനിയും ഒരു വിഭാഗം ടോർച്ചും മൊബൈലും ഫ്ലാഷും എല്ലാമായി അവർക്ക് കൂട്ടിരിക്കുന്നു. മറുഭാഗത്ത് ആളും ആരവും കേട്ട് ഒന്നും മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്ന നാട്ടുകാരും. അത്ഭുതപ്പെടേണ്ട, സ്വർണം കുഴിച്ചെടുക്കുകയാണ്. അതും 4-5 നൂറ്റാണ്ട് പഴക്കമുള്ള മഞ്ഞ ലോഹങ്ങൾ. മറാത്ത രാജാവ് സംഭാജിയുടെ ജീവിതം ആസ്പദമായുള്ള വിക്കി കൗശൽ ചിത്രം ചാവയാണ് പ്രചോദനം. ആ ചിത്രം രാജ്യമെങ്ങും ഉണ്ടാക്കുന്ന ഉന്മാദത്തിന്റെയും ഹിസ്റ്റീരിയയുടെയും ഞെട്ടിപ്പിക്കുന്ന കാഴ്ച ഇതാ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പങ്കുവെക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ. മുഗളന്മാർ മറാത്ത സാമ്രാജ്യം കൊള്ളയടിച്ച് വൻ സ്വർണ്ണശേഖരം കവർന്നെടുക്കുകയും അസീർഗഡ് കോട്ടയ്ക്ക് താഴെ ഒളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട് ചാവയിൽ. ആ സിനിമാ കാഴ്ച യാഥാർത്ഥ്യം പോലെ വിഴുങ്ങി കുന്തവും കുടച്ചക്രവുമായി കോട്ട കയറിയ ജനങ്ങളാണത്. മുഗളന്മാർ അവിടെ സ്വർണം കുഴിച്ചിട്ടുണ്ടാകുമെന്നും അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാകുമെന്നും വിശ്വസിച്ച് പിക്കാസുമായി ഇറങ്ങി പുറപ്പെട്ട മനുഷ്യർ. പലർക്കും നാണയങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് വിശ്വസിച്ച് സ്ഥലത്തേക്ക് ആളുകളുടെ ഒഴുക്ക് തുടരുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജനം കോട്ടയിലേക്ക് ഒഴുകിയെത്തിയതോടെ ഭരണകൂടവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആൾക്കൂട്ടത്തെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന പരിഭ്രാന്തിയിലാണ് ഉദ്യോഗസ്ഥർ. ഇതിനിടെ കോട്ടയിലും പരിസരത്തും സ്വർണം പ്രതീക്ഷിച്ച് കുഴിക്കുന്നവർക്ക് ജില്ലാ പോലീസ് മേധാവി ദേവേന്ദ്ര പട്ടീദാർ കർശനമായ ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. പ്രദേശത്ത് അനധികൃതമായ ഖനനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ്. ഇനിയും ഈ പരിപാടി തുടർന്നാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം അസീർഗഡിൽ മുൻപും നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ജില്ലാ പുരാവസ്തു വകുപ്പിലെ ശാലിഗ്രാം ചൗധരി പറയുന്നത്. ഭരണകൂടം ഈ വിഷയം ഗൗരവത്തോടെ കാണണം. ശാസ്ത്രീയമായ ഉത്ഖനനങ്ങൾ നടത്തുകയും എന്തെങ്കിലും ചരിത്ര ശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ അവ സംരക്ഷിക്കുകയും വേണമെന്നും ചൗധരി ആവശ്യപ്പെട്ടു. 15-ാം നൂറ്റാണ്ടിൽ ആഹിർ വിഭാഗക്കാരനായ അസ ആഹിർ നിർമ്മിച്ചതാണ് അസീർഗഡ് കോട്ട എന്നാണ് കരുതപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ ഖാന്ദേശിൽ നിന്നുള്ള സുൽത്താൻ നാസിർ ഖാന്റെ സൈന്യം പിന്നീട് കോട്ട കീഴടക്കി. ഫാറൂഖി എന്നും ഖാന്ദേശ് എന്നും പേരുള്ള രാജവംശത്തിലെ അംഗമായിരുന്നു സുൽത്താൻ നാസിർ ഖാൻ. പിന്നീട് 2 നൂറ്റാണ്ടോളം കാലം അസീർഗഡിൽ നിന്നാണ് ഫാറൂഖികൾ ഖാന്ദേശ് ഭരിച്ചത്. 1599-ൽ നാസിർ ഖാന്റെ പിന്മുറക്കാരനായ സുൽത്താൻ ബഹദൂർ ഷായെ മുഗൾ ചക്രവർത്തി അക്ബറിന്റെയും മകൻ ദാനിയലിന്റെയും നേതൃത്വത്തിലുള്ള സൈന്യം പരാജയപ്പെടുത്തുകയും കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിനുശേഷം 3 നൂറ്റാണ്ടുകാലം മുഗളന്മാരുടെ കീഴിലായിരുന്നു കോട്ട. 1803-ൽ 2-ാം ആംഗ്ലോ മറാഠ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഹിർഗഡ് ആക്രമിച്ചു. ബ്രിട്ടീഷ് സൈന്യം കോട്ടയിലേക്ക് മാർച്ച് ചെയ്ത് രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു. നിൽക്കക്കള്ളിയില്ലാതെ കോട്ടയിൽ കാവൽ സൈന്യം ആയുധം വെച്ച് കീഴടങ്ങി. അഹിർഗഡ് കോട്ട സമ്പൂർണ്ണമായി ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇതോടെ മറാഠ യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിക്കുകയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മറാത്ത രാജാവ് ശിവാജിയുടെ പുത്രനായ സംഭാജിയും മുഗൾ രാജാവ് ഔറംഗസേബും തമ്മിലുള്ള യുദ്ധം ഉൾപ്പെടെ ചാവയിൽ പുനരാവിഷ്കരിക്കുന്നുണ്ട്. 140 കോടി ചെലവിൽ നിർമ്മിച്ച ചിത്രം കഴിഞ്ഞ ഫെബ്രുവരി 14-നാണ് തിയേറ്ററുകളിലെത്തിയത്. റിലീസ് ചെയ്ത് 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും ചിത്രം ആഗോള തലത്തിൽ 600 കോടിയോളം വാരിക്കൂട്ടിയെന്നാണ് പുറത്തുവരുന്ന വിവരം. വിക്കിക്ക് പുറമെ രശ്മിക മന്ദാന, ദിവ്യ ദത്ത, അക്ഷയ ഖന്ന, അശുതോഷ് റാണ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. എന്നാൽ ചാവ റിലീസിന് പിന്നാലെ മുസ്ലിങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുഗൾ മറാത്ത യുദ്ധം മുസ്ലിം ഹിന്ദു സംഘട്ടനമാണെന്ന തരത്തിൽ വിശകലനങ്ങൾ വരികയും രാജ്യത്ത് കൂടുതൽ മതസ്പർദ്ധയ്ക്കും വിഭാഗീയതയ്ക്കും ആക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് സിനിമ. ചിത്രത്തെ വിമർശിച്ചതിന്റെ പേരിൽ ബോളിവുഡ് താരം സ്വരാ ഭാസ്കർ വരെ സൈബർ ആക്രമണം നേരിട്ടു. ഡൽഹിയിലെ മുഗൾ സ്മാരകങ്ങൾക്ക് നേരെ ആളുകൾ മൂത്രമൊഴിക്കുകയും കരിയോയിൽ ഒഴിക്കുകയും ചെയ്ത സംഭവങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഗളന്മാർ ചെയ്തതിന് പ്രതികാരം ചെയ്യണമെന്ന തരത്തിൽ ഹിന്ദുത്വ ഹാൻഡിലുകൾ ആഹ്വാനം മുഴക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ചാവയെ പ്രകീർത്തിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു. BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാന സർക്കാരുകൾ സിനിമയുടെ വിനോദ നികുതി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്.